ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സ്വന്തമായി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി അതുവഴി എങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാം എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത്. ഈ സീരീസിൽ ഞാൻ എനിക്ക് കിട്ടുന്ന മന്ത്ലി പേയ്മെൻറ്റ്സിൻ്റെ പ്രൂഫും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം തന്നെ നമുക്ക് എൻ്റെ ആപ്പിൽ നിന്ന് കഴിഞ്ഞ 3 മാസമായും 1 മാസമായും 7 ദിവസമായും വന്നിട്ടുള്ള വരുമാനം ഡാഷ്ബോർഡ് പോയി ഒന്ന് നോക്കാം. സോ ഞാനിപ്പോൾ കാണിക്കുന്നത് എൻ്റെ റേസർ പേൻ്റെ ഡാഷ്ബോർഡാണ്. ഇതിൻ്റെ ട്രാൻസാക്ഷൻ പേജാണ് ഞാൻ ഈ കാണിക്കുന്നത്. ലാസ്റ്റ് 7 ഡേയ്സ് വരുന്നത് ഏകദേശം 9,000 രൂപയിൽ കൂടുതലാണ്. സോ നമ്മൾ ലാസ്റ്റ് 30 ഡേയ്സ് നോക്കിക്കഴിഞ്ഞാൽ, അവസാനം 30 ദിവസം നോക്കിക്കഴിഞ്ഞാൽ 35,000 രൂപയാണ് കഴിഞ്ഞ മാസത്തെ വരുമാനം. ഇനി നമ്മൾ കഴിഞ്ഞ 3 മാസത്തെ വരുമാനം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 1,20,000 രൂപയോളാണ് വരുമാനം. അതായത് സ്വന്തമായി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രത്തോളം രൂപ മാസം കൺസിസ്റ്റൻ്റ് ആയി ഏൺ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള കൺസിസ്റ്റൻ്റ് ആയ ഒരു പാസീവ് ഇൻകം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഉള്ള ജോലിയുടെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ വരുമാനം എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് ഒരു ആപ്പിൻ്റെ ഐഡിയ കിട്ടുക. സോ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ആപ്പ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എന്ത് ആപ്പ് ഉണ്ടാക്കണം എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. സോ എങ്ങനെയാണ് നമുക്കൊരു ആപ്പ് ഉണ്ടാക്കാനുള്ള ഐഡിയ കിട്ടുക എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് യൂസ് AI ടൂൾസ്. ChatGPT, Meta AI തുടങ്ങിയ AI ടൂൾസ് ഉപയോഗിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ലാസ്റ്റ് ടൈം ഇൻസ്റ്റാഗ്രാമിൽ ഇതിനെക്കുറിച്ച് റീൽസ് ഇട്ടപ്പോൾ ഒരു ഫോളോവർ പറഞ്ഞിരിക്കുന്നത് AI ടൂൾസ് ഒന്നും യൂസ് ചെയ്ത് ഐഡിയ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം. നിങ്ങളുടെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഏത് ഏരിയയിലാണ് നിങ്ങളുടെ ആപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ്, ആ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം എന്തെങ്കിലും മാത്രമേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ ChatGPTയോടൊക്കെ ചോദിച്ച് അതൊരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആപ്പ് ഐഡിയ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഫിറ്റ്നസ് എൻതൂസിയാസ്റ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫിറ്റ്നസ് റിലേറ്റഡ് ഒരു ആപ്പാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഏരിയ ചുരുങ്ങി. അപ്പോൾ നിങ്ങൾ ChatGPTയോട് പോയിട്ട് പ്ലീസ് ഗീവ് മീ ആൻ ആപ്പ് ഐഡിയ അങ്ങനെ പറയുന്നതിനേക്കാളും പ്ലീസ് ഗീവ് മീ ആൻ ആപ്പ് ഐഡിയ ഇൻ ഫിറ്റ്നസ്, അതിനേക്കാളും കൂടുതൽ നാരോ ആക്കാൻ പറ്റുമെങ്കിൽ അതും നല്ലതാണ്. കാരണം ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഫിറ്റ്നസിൻ്റെ അകത്ത് വെയിറ്റ് ലോസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ChatGPTൻ്റെ അടുത്ത് ഞാനൊരു ഡീറ്റെയിൽഡ് എക്സാമ്പിൾ പ്രോംപ്റ്റ് കാണിച്ചു തരാം, ഇത് ChatGPTയോട് ചോദിക്കാം. സോ നമ്മളിത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് വരുന്നു. സോ ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ആഡ് ചെയ്യേണ്ട ഫീച്ചേഴ്സ് ഒക്കെയാണ് ഈ കാണിക്കുന്നത്. കാരണം പേഴ്സണലൈസ്ഡ് വർക്കൗട്ട് പ്ലാൻസ്, ഓരോ പേഴ്സണും ഓരോ പ്ലാനിങ് പോലെ അതിൻ്റെ അകത്ത് തന്നെ ഇന്റേണലി ആയിട്ട് ഡ്രിവൻ കസ്റ്റമൈസേഷൻ, ഡൈനാമിക് ഷെഡ്യൂളിംഗ്, പിന്നെ അതുപോലെ വിയറബിൾ ഡിവൈസ് ഇൻ്റഗ്രേഷൻ, അതായത് ഈ ആപ്പിൾ വാച്ച് സ്മാർട്ട് വാച്ചുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണം നിങ്ങളുടെ ആപ്പ്. അതുപോലെ മോട്ടിവേഷണൽ ടൂൾസ്, ഗെയിമിഫൈഡ് ചലഞ്ചസ്, അവരെ അതിൽ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മൊത്തം വായിച്ച് നോക്കിയ ശേഷം ഇത് മൊത്തം നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. നിങ്ങൾക്ക് ആവശ്യമായ എന്താണോ അത് മാത്രം എടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഗെയിമിഫൈഡ് ചലഞ്ചസ് ആണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ഗെയിമിഫൈഡ് ചലഞ്ചസ് ഇൻ ഡീറ്റെയിൽ എന്ന് നമ്മൾ ChatGPTയോട് പറയുന്നു. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഓൺലി ദാറ്റ് ഗെയിമിഫൈഡ് ചലഞ്ചസിൻ്റെ ആ ഗെയിമിഫൈഡ് ചലഞ്ചസ് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക. സോ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നോക്കുക, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് നോക്കുക. ഇതുപോലെ നിങ്ങൾ ഈ പ്രോംപ്റ്റിനെ എഡിറ്റ് ചെയ്തുകൊണ്ട് അതിനെ ഗ്രൂം ചെയ്ത് നിങ്ങളൊരു ഫൈനൽ ആപ്പിൻ്റെ ഐഡിയയിൽ എത്തുക. ആപ്പ് ഐഡിയ കിട്ടാനുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള ആപ്ലിക്കേഷൻസിൻ്റെ റിവ്യൂസ് വായിച്ച ശേഷം കസ്റ്റമേഴ്സിൻ്റെ പെയിൻ പോയിന്റ്സ് മനസ്സിലാക്കുക. അതായത് ഓൾറെഡി ഒരു ആപ്പ് അവിടെ ഉണ്ട്, അതിന് കസ്റ്റമേഴ്സ് ഉണ്ട്, ആ കസ്റ്റമേഴ്സിൻ്റെ പെയിൻ പോയിന്റ്സ് മനസ്സിലാക്കി അത് റിസോൾവ് ചെയ്ത് അത് ഫിക്സ് ചെയ്ത് ഒരു നല്ല ആപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. കാരണം ആ ഒരു ആപ്പ് യൂസ് ചെയ്യാൻ അപ്പം കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം ഫിറ്റ്നസ് കാറ്റഗറിയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നേരെ പ്ലേ സ്റ്റോറിൽ പോവുക, ഫിറ്റ്നസ് ആപ്പ് എന്ന് സെർച്ച് ചെയ്യുക. സോ ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഒരു ആപ്പ് എടുക്കുക. കുറച്ച് റിവ്യൂ ഒക്കെ കുറഞ്ഞ ആപ്പ് ആയാൽ നല്ലതാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം കലോറി കൗണ്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ റിവ്യൂസിലേക്ക് പോവുക. റിവ്യൂസിൻ്റെ അകത്ത് നിങ്ങൾ സ്റ്റാർ റേറ്റിംഗ് നോക്കിയ ശേഷം ഒരു 1 സ്റ്റാർ 2 സ്റ്റാറിലെ റിവ്യൂസ് ഒക്കെ നോക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ കാണുന്ന ഈ 1 സ്റ്റാർ എന്ന് പറയുന്നത് അവർക്ക് ബാർകോഡ് സ്കാനർ ഫീച്ചർ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ സെർച്ച് റിസൾട്ട് ലോഡാവുന്നില്ല. ഇതുപോലെ ഈ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ നോക്കി പഠിച്ച് മനസ്സിലാക്കുക. അത് നോട്ട് ചെയ്ത് വെക്കുന്നതിലൂടെ അതിനേക്കാൾ ഒരു ഇമ്പ്രൂവ് ആയ ഒരു ആപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ആപ്പ് ഉണ്ടാക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സറൗണ്ടിങ്സിൽ കാണുന്ന ഒരു പ്രോബ്ലം ഒരു ആപ്പ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ജിമ്മിലെ ട്രെയിനറായിട്ട് സംസാരിച്ച് നോക്കുക, എന്താണ് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അല്ലെങ്കിൽ അവിടെ വരുന്ന യൂസേഴ്സ് അല്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിന് എന്താണ് ഒരു ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ആപ്പ് എന്തായിരിക്കും, എന്ത് ഐഡിയ ആണ് കിട്ടുക, അങ്ങനെ സംസാരിച്ച് നോക്കുക. സോ നിങ്ങളുടെ അങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കി ജിമ്മുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത്
അതിൽ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഓർഡർ ചെയ്യില്ല കസ്റ്റമേഴ്സിനെ നിങ്ങൾ ആപ്പിനകത്തേക്ക് കൊണ്ടുവന്ന് അതുവഴി നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഒന്ന് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ആപ്പ് ഫോക്കസ് ചെയ്യുന്നത് കേരള സിവിൽ PSC എക്സാംസ് മാത്രമാണ്. സോ എൻ്റെ നിശ ഏരിയ എന്ന് പറയുന്നത് സിവിൽ PSC ആസ്പിരൻസ് മാത്രമാണ്. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ജനറൽ PSC ആപ്പ് വെച്ചിട്ടായിരുന്നു. അപ്പം അവസാനം എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു വലിയ ബ്രോഡ് കാറ്റഗറിയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ എനിക്ക് ഫോക്കസ് ചെയ്യാനും പറ്റില്ല. ഞാനൊരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്തു, ഒരു നിശ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്തു, അതാണ് സിവിൽ PSC. സോ അവിടെ വരുന്ന യൂസേഴ്സിന് എന്തൊക്കെയാണ് മാക്സിമം നമ്മൾക്ക് ഈ ആപ്പ് വഴി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം പഠിച്ചത്. സോ ആ ഏരിയയിലുള്ള ആപ്സ് ഒക്കെ എടുത്തു നോക്കി മെയിൻ ആയിട്ടുള്ള ആപ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് വീഡിയോ കോഴ്സസ് ആണ്. അത് മാത്രമല്ല അതിന്റെ ഫീസ് എന്നൊക്കെ പറയുന്നത് ഏകദേശം 5000 മുതൽ 10,000 രൂപ വരെയുള്ള കോഴ്സസ് ആണ്. വീഡിയോ കോഴ്സസ് മാത്രമാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ എക്സാംസിനും ക്വിസിനും ഗെയിമിംഗ് ഇതുപോലുള്ള ഫീച്ചേഴ്സിനൊന്നും യൂസർ എൻഗേജ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ആപ്പൊന്നും അതിനകത്ത് കണ്ടില്ല. സോ എൻ്റെ ഏരിയ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കി ഈ യൂസർ ബേസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ ഞാൻ അങ്ങനെ ഒരു ആപ്പാണ് ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ ആപ്പിന് വീഡിയോസ് ഒന്നുമില്ല. മെയിനായിട്ട് ഡെയിലി എക്സാം, മോഡൽ എക്സാം, PYQ എക്സാം, അത് മാത്രമല്ല കഴിഞ്ഞ 15 വർഷത്തെ മുഴുവൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും ഞാൻ ഡാറ്റാബേസ് കയറ്റുകയും അത് യൂസേഴ്സിന് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന പോലെ എക്സ്പ്ലനേഷൻ വെച്ച് ആഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഗെയിം, ലെവൽ ക്വിസ് ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യും. അതുകൂടാതെ ബാറ്റിൽ എന്ന ഫീച്ചറും ഗ്രൂപ്പ് ബാറ്റിൽ എന്ന ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. സോ അതുകൊണ്ട് യൂസേഴ്സിന് എൻ്റെ ആപ്പ് ബെനിഫിറ്റായി തോന്നുകയും എനിക്ക് അതുവഴി ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. അത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ആപ്പ് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ UI UX എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, എങ്ങനെയാണ് UI UX വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡ് അല്ലെങ്കിൽ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്ക് സൈഡായിട്ട് ഒരു ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതും വലിയൊരു കാര്യമാണ്. താങ്ക് യു, ബൈ.